പെരുമ്പാവൂരുകാരോട് സംസാരിക്കുമ്പോൾ ഇതിനു മുൻപ് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു ആത്മവിശ്വാസം അവരുടെ വാക്കുകളിലുണ്ട്. അതായത് ലഹരിയുടെ കാര്യത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്, ലഹരി ഉപയോഗത്തിൽ ലഹരിയുടെ ഇടപെടലിലൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് പെരുമ്പാവൂരുകാർ. അത് വലിയ സന്തോഷം തോന്നുന്നു. കാരണം ഒരൊറ്റ മാസം കൊണ്ട് അത്രയേറെ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്, അല്ലേ ഷബാസെ? അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഇന്നത്തെ ഒരു പ്രവർത്തനത്തിലൂടെ ആഭ്യന്തരമന്ത്രിയുടെ ഒരു വരവിലൂടെയൊക്കെ ആ ഒരു ആവേശം 10 മടങ്ങാവുമെന്ന് നമുക്ക് കരുതാം, അല്ലേ ഷബാസ്? തീർച്ചയായും ഷിയാസ്, ഈ തൂഫാന്റെ കൊടുങ്കാറ്റ് പെരുമ്പാവൂരിലേക്കും എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് തൂഫാന്റെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിരിക്കുകയാണ് കേരളം മുഴുവൻ. അതിപ്പോഴത്തെ പെരുമ്പാവൂരിലേക്കും എത്തിയിരിക്കുകയാണ്. ജനങ്ങളാകെ ലഹരിക്ക് വേണ്ടി കൈകോർക്കുകയാണ്, ഒരു നാടൊന്നാകെ ഒന്നിച്ച് കൈകോർക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ കേരളത്തിലെ തന്നെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയും. ഇത്തരമൊരു ദൗത്യം, അത് വലിയൊരു ദൗത്യമാണ്, വലിയ കടമ്പകളാണ് ആ ദൗത്യത്തിന് പൂർത്തിയാക്കാനുള്ളത്. അത്തരത്തിൽ ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് അതാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുണ്ട്, ബെന്നി ബെഹനാനുണ്ട്, പെരുമ്പാവൂർ MLA മനോജ് മൂത്തേടനുണ്ട്, DGP ഇർവാള ചന്ദ്രശേഖരുണ്ട്, സാമൂഹിക രാഷ്ട്രീയ സാമുദായിക രംഗത്തെ സിനിമാ രംഗത്തെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആളുകളുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി കൊച്ചു കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, സ്ത്രീകളുണ്ട്, അധ്യാപകരുണ്ട്, പൊതുജനങ്ങളുടെ ഒരു പങ്കാളിത്തമുണ്ട്. ഈ ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല സുപ്രധാനമായ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ഇത്രയേറെ ജനങ്ങൾ ഏറ്റെടുത്ത മറ്റൊരു പരിപാടി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അത്രയേറെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ ഇന്നത്തെ തലമുറ, യുവാക്കൾ, യുവതിയുവാക്കൾ, വരും തലമുറ വിദ്യാർത്ഥികൾ എല്ലാവരെയും കാർന്നിരുന്ന മാരക ലഹരിയെ, രാസലഹരിയെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണം, ഇല്ലാതാക്കണം. അതിൻ്റെ അവസാന അന്ത്യം കാണുന്ന, ലഹരിയുടെ അന്ത്യം കാണുന്നവരെയുള്ള പോരാട്ടത്തിന് പൊതുജനങ്ങൾ ചേർന്ന് നിൽക്കുകയാണ്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു വാക്കുകൾ തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. അതായത് എൻ്റെ കയ്യിൽ നിന്നൊക്കെ സംഗതി പോയി കഴിഞ്ഞു, ഇപ്പോൾ ജനങ്ങൾ ഇത് ഏറ്റെടുത്തു, ജനങ്ങളാണിപ്പോൾ ഒരു തൂഫാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രഖ്യാപനം, ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തോടു കൂടി ജനങ്ങൾ വിവരം നൽകാൻ മുന്നോട്ട് വരുന്നു. ഈ വിവരങ്ങളെല്ലാം പ്രാധാന്യത്തോടു കൂടി പോലീസുകാർ ഏറ്റെടുക്കുന്നു, അവർ നടപടികൾ സ്വീകരിക്കുന്നു. ലഹരിയുടെ കണ്ണികൾ ഓരോന്നോരോന്നായി നമ്മൾ മുറിച്ചു മാറ്റുന്നു. പക്ഷേ അതിൻ്റെ ഒരു സ്രോതസ്സുണ്ട്, അതിൻ്റെ ഒരു സോഴ്സ് ഉണ്ട്. പലപ്പോഴും ഇതിനു മുമ്പൊക്കെ ഈ ലഹരി പിടികൂടാൻ സാധിക്കുമ്പോഴും അത് ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത് വിൽക്കുന്ന ആളുകൾ അവിടെ കൊണ്ട് അവസാനിച്ച് പോകുന്ന ഒരു അന്വേഷണത്തിനും അപ്പുറത്തേക്ക് കടൽ മാർഗവും കരമാർഗവും ട്രെയിൻ മാർഗവും വിമാനമാർഗവും എല്ലാം ലഹരി കേരളത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ സോഴ്സ് തേടിക്കൊണ്ടുള്ള ഒരു രണ്ടാം ഘട്ട പ്രവർത്തനം കൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്കറിയാം, ഈ കഞ്ചാവ് ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് വരുന്നത് അത് ബാംഗ്ലൂരിൽ നിന്നാണ് എന്നുള്ളത്. MDMA ബാംഗ്ലൂരിൽ നിന്നാണ്, കഞ്ചാവ് മറ്റ് ലഹരി വസ്തുക്കൾ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 5000-ലധികം ആളുകളെ പിടികൂടുന്നു, 5000-ലധികം കേസുകൾ പിടികൂടുന്നു, 30 കോടിയിലധികം ലഹരി വസ്തുക്കൾ. ഇതിൽ തന്നെ കിലോ കണക്കിന് കഞ്ചാവും കിലോക്കണക്കിന് MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ ആഭ്യന്തരമന്ത്രി, ആഭ്യന്തര വകുപ്പ് ചീഫ് സെക്രട്ടറിമാരുമായിട്ടൊക്കെ ചേർന്ന് മറ്റ് സംസ്ഥാനങ്ങളെ കൂടി ഭാഗമാക്കിക്കൊണ്ട് ഓപ്പറേഷൻ തൂഫാന്റെ ഒരു വ്യാപ്തി വലുതാക്കുകയാണ് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ. രമേശ് ചെന്നിത്തല ഇതാ നേരിട്ട് പെരുമ്പാവൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. സജോ ദേവസ്യയിലേക്ക് ഒരിക്കൽ കൂടി പോകാം. സജോ, ഈ ഒരു പ്രാധാന്യം, ഈ ഒരു പരിപാടിയുടെ പ്രാധാന്യം, അതായത് ഒരു പദ്ധതി ജനഹൃദയങ്ങളിലേക്ക് എത്രമാത്രം ആഴത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളിലേക്ക് ഇരച്ചെത്തുന്ന ജനങ്ങൾ, അവരുടെ വാക്കുകൾ, അവരുടെ ആവേശമാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി എത്രത്തോളം ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുകൂടി തെളിയിക്കുന്നൊരു പരിപാടിയായി ഇത് മാറുകയാണല്ലേ സജു? ഷിഹാസ്, ഉറപ്പായും. അതായത് പെരുമ്പാവൂരുകാരായ ആളുകൾ, ഇങ്ങോട്ടേക്ക് സ്ഥിരമായി വരുന്ന ആളുകൾ, ഇവിടെ വന്ന് ഇതുവഴി കടന്നു പോകുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ നാട് ഒരു പഴയ അല്ലെങ്കിൽ ഒരു സമാധാനപൂർണ്ണമായി ഇത്തരം കുഴപ്പങ്ങളൊന്നുമില്ലാത്ത, ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, ലഹരിയുടെ പ്രശ്നങ്ങളില്ലാത്ത വളരെ സമാധാനമുള്ളൊരു സ്ഥലമായി മാറണമെന്ന് അവർ ഉറപ്പായും ആഗ്രഹിക്കുന്നു. അങ്ങനെ സുദീർഘമായ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും അത് പ്രായോഗിക തലത്തിൽ നടപ്പാകുന്നതിന് പല തടസ്സങ്ങളും നേരിട്ടു എന്നതാണ്. പലതരം പ്രശ്നങ്ങൾ. കാരണം രാത്രിയായാൽ പുറത്തേക്ക് ഇറങ്ങാൻ ആളുകൾ ഭയപ്പെടും വിധം ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്കയായി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വേരിറക്കാനുള്ള ഏത് ശ്രമത്തെയും എല്ലാവരും പിന്തുണയ്ക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ ആവേശം എല്ലാവർക്കും ഉണ്ട്. കാരണം ഇവിടെയുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ പുറകു ഭാഗം അവിടെ ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളാണ്. അതായത് നമ്മുടെ ഈ പലപ്പോഴും നമ്മൾ ഇവിടുന്ന് കാണുന്ന പല വൈറൽ ദൃശ്യങ്ങളും അവിടെ നിന്നുള്ളതാണ്. അപ്പോൾ ആ മേഖലയിൽ ഒന്ന് ക്ലീൻ ആക്കണം. അവിടെയുള്ള ഇത്തരം അനധികൃത തട്ടൊക്കെ ഇട്ട് ആളുകൾ ലഹരി പരസ്യമായി കച്ചവടം ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിന് തടയിടണം. അപ്പോൾ ഇവിടെ കൃത്യമായ നിയമ നടപടി നടക്കുന്നു, അതിന് കൃത്യമായ തുടർച്ചയുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അത്തരം ആളുകൾ ഭയക്കും. അല്ലെങ്കിൽ അത് യഥേഷ്ടം അത് വിൽപ്പന നടത്താം, ഉപയോഗിക്കാം എന്ന സ്ഥിതി തുടർന്നാൽ അത് വലിയ അപകടം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ DMOയുടെ ഒരു റിപ്പോർട്ടിൽ തന്നെ പല രോഗങ്ങൾ പടരുന്നു എന്ന ഒരു റിപ്പോർട്ട് പോലും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നത് അതിനൊക്കെ തടയിടണം. അപ്പോൾ ആരോഗ്യകരമായ ഒരു സാമൂഹിക അന്തരീക്ഷം, സാമൂഹിക സാഹചര്യം ഒക്കെ, ഒരു നഗരത്തിന്റെ സാഹചര്യം ഒക്കെ ഒരുക്കാൻ കഴിയണം. അപ്പോൾ